നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സൗദിയിലും ഫ്രാൻസിലും ആകാശ ദുരന്തം. സൗദി റാസ് തനൂറയിൽ ആരാംകോ ഹെലികോപ്റ്റർ തകർന്നു വീണു. 14 മരണം. മരിച്ചവരെല്ലാം സൗദി പൗരന്മാർ. അനുശോചിച്ച സൗദി ഊർജ്ജ മന്ത്രാലയം. കിഴക്കൻ ഫ്രാൻസിൽ സ്കൈ ഡൈവേഴ്സ് സഞ്ചരിച്ച ചെറുവിമാനം തകർന്ന് 11 മരണം. തുടർച്ചയായ 2ാം ദിവസവും ഇറാനെ ആക്രമിച്ച അമേരിക്ക. 4 പ്രതിരോധ താവളങ്ങൾ ആക്രമിച്ചു. ഗൾഫ് മേഖലയിലെ 8 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ തിരിച്ചടി നൽകിയ ഇറാൻ. പ്രകോപനം തുടർന്നാൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ്. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞിട്ടും ഇന്ധനവില കുറയ്ക്കുന്നില്ലെന്ന് എണ്ണ കമ്പനികൾ. നഷ്ടം നികത്താനെന്ന് വിശദീകരണം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യത്തെ എതിർക്കാതിരുന്ന പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ മാറ്റി സർക്കാർ. നാളെ സ്പെഷ്യൽ കോടതിയിൽ ഹാജരാകുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ സന്തോഷ് കുമാർ. പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച പ്രോസിക്യൂട്ടറുടെ നടപടി അതീവ ഗൗരവതരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പ്രവാസികളോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന് വിമർശനം. ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വത്തിനുള്ള തെളിവല്ലെന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ആശങ്കാജനകമെന്ന് KMCC. അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നിവേദനം നൽകി. ഫിഫ ലോകകപ്പിൽ ഇനി നോക്കൌട്ട് ആവേശം. ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം 12:30. ഗ്രൂപ്പ് മത്സരത്തിൽ ജോർദാനെ തകർത്ത അർജന്റീന. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി. കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ. സൗദി അറേബ്യയിൽ സൗദി ആരാംകോയുടെ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ വൻ അപകടത്തിൽ 14 പേർ മരിച്ചു. രാവിലെ 6 മണിയോടെ സൗദിയിലെ റാസ് തനൂറിലാണ് അപകടം സംഭവിച്ചത്. സൗദി ഊർജ്ജ മന്ത്രാലയമാണ് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അപകടത്തിൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരണപ്പെട്ടതായാണ് വിവരം. മരിച്ച 14 പേരും സൗദി പൗരന്മാരാണ്. ഹെലികോപ്റ്റർ തകരാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സംഭവത്തിൽ ബന്ധപ്പെട്ട മറ്റു സുരക്ഷാ വകുപ്പുകളുമായി ചേർന്നുള്ള ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ സൗദി ഊർജ്ജ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഫ്രാൻസിലെ ടോംബ്ലെയിനിൽ വിമാനം തകർന്നു വീണ് 11 പേർ മരിച്ചു. സ്കൈ ഡൈവിങ്ങിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ല. വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. അപകടത്തിന് പിന്നാലെ പ്രദേശത്ത് സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. സമീപത്ത് ജനവാസ കേന്ദ്രങ്ങളുണ്ടായിരുന്നുവെങ്കിലും വലിയൊരു അപകടം ഒഴിവായതായാണ് റിപ്പോർട്ട്. യുദ്ധമൊഴിയാതെ പശ്ചിമേഷ്യ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇറാന് നേരെ 2ാമത്തെ ആക്രമണം നടത്തിയ അമേരിക്ക. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന സിരിക് കേഷം ദ്വീപുകളിലാണ് സ്ഫോടനം നടന്നത്. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാനിലെ 10 സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. അതേസമയം US നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി കുവൈറ്റിലെയും ബെർലിനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമുസിൽ ആക്രമണം തുടരുന്ന ഇറാൻ ഒരിക്കലും പഠിക്കില്ല എന്നും യുക്തിസഹമായി പെരുമാറുന്നതിന് ഒരു പരിധിയുണ്ടെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു. വീണ്ടും സൈനിക നടപടികളിലേക്ക് നീങ്ങാൻ അമേരിക്ക നിർബന്ധിതരായാൽ ഇറാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ തുടങ്ങിയ സൈനിക നടപടി പൂർത്തിയാക്കാൻ അമേരിക്ക മടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടക്കാല സമാധാന കരാർ അന്തിമമാകാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US ചൊവ്വാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണം നടക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ബെർലിനിലെ മുറക് ഗവർണറേറ്റിലെ ഒരു താമസ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സുരക്ഷാ സിവിൽ ഡിഫൻസ് ദുരന്ത നിവാരണ വിഭാഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞുവെങ്കിലും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കില്ല എന്ന് എണ്ണ കമ്പനികൾ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ എണ്ണ കമ്പനികൾ നേരിട്ട നഷ്ടം നികത്തുന്നതിനുള്ള നടപടിയെന്നാണ് വിശദീകരണം നൽകുന്നത്. ഇറാൻ US സമാധാന കരാറിൽ അന്തിമ തീരുമാനമാകും വരെ വില കുറയ്ക്കില്ല എന്നാണ് സൂചന. നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇറാൻ US വെടിനിർത്തൽ കരാറായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തിയിരുന്നു. ബാരലിന് 72 മുതൽ 75 വരെ ഡോളർ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും നാണയപ്പെരുപ്പം പിടിച്ചു നിർത്താനും സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സേഷൽസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ സമ്മാനിച്ചു. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിലെ നേതൃത്വ പാടവത്തിനും സംഭാവനകൾക്കുമുള്ള ആദരവായാണ് ബഹുമതി സമ്മാനിച്ചത്. സേഷൽസിൻ്റെ ദേശീയ ദിനാഘോഷ ചടങ്ങിനിടെയായിരുന്നു പുരസ്കാര സമർപ്പണം. ദേശീയ അസംബ്ലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. 2022 ഇടത് സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ താൻ എതിർപ്പ് രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണം തള്ളി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിൻ്റെ തീരുമാനം സദുദ്ദേശപരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തെ അന്നും ഇന്നും എതിർക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻ LDF സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ശക്തമായ വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ IT ഹബ്ബുകളിലെല്ലാം അവിടെ ടെക്നോ പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പ്രചരണത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എന്നാൽ സർക്കാരിന്റെ തീരുമാനം സദുദ്ദേശപരമാണ് എന്നും പ്രതിപക്ഷം ദുരുദ്ദേശത്തോടുകൂടി കാണുന്നത് ദൗർഭാഗ്യകരമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബില്ല് പാസ്സായാൽ നടപ്പാക്കുന്ന കാര്യത്തിൽ UDFുമായി ആലോചിക്കുമെന്നും വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചതെന്നും വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ എന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സദുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിലും മുന്നണിയിലും മുഖ്യമന്ത്രി കടുത്ത എതിർപ്പാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് A. സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. 2011-15 കാലയളവിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്നു സന്തോഷ് കുമാർ. പ്രോസിക്യൂട്ടറായിരുന്ന ഗീന കുമാരിക്ക് പകരമാണ് സന്തോഷിന്റെ നിയമനം. നാളെ പ്രോസിക്യൂഷന് വേണ്ടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സന്തോഷ് കുമാർ ഹാജരാകും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ നീക്കി അഡ്വക്കേറ്റ് A. സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഗീനാകുമാരി പോലീസ് റിപ്പോർട്ട് അട്ടിമറിച്ചെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് സർക്കാർ നീക്കം. 9ാം പ്രതി ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വേണ്ടെന്നായിരുന്നു ഗീനാകുമാരി വാദിച്ചത്. പോലീസ് റിപ്പോർട്ടിന് എതിരായിരുന്നു ഈ വാദം. ഗവൺമെന്റ് വരേണ്ട 1 മാസമല്ലായ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ തീരുമാനിച്ചിരിക്കുക. കാരണം EDയെ ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹൈക്കോടതിക്കുള്ളിലെ DG ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇതേ തുടർന്നാണ് ഗീനാകുമാരിയെ മാറ്റാൻ തീരുമാനമായത്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കെതിരെ UDF ഉയർത്തിയ അവിശ്വാസ പ്രമേയത്തിന്റെ സാധ്യത മങ്ങി. രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ CPM പിന്മാറിയതോടെയാണ് ഇത്. CPMന് BJPയുമായി രഹസ്യധാരണയാണെന്ന് കൗൺസിൽ പാർലമെന്ററി പാർട്ടി നേതാവ് K. ശബരിനാഥൻ പറഞ്ഞു. അതേസമയം UDFന്റെ അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ VV രാജേഷ് പ്രതികരിച്ചു. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയാണ് BJPക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. LDF പിന്തുണയോടെ തിങ്കളാഴ്ച അവിശ്വാസം കൊണ്ടുവരാനായിരുന്നു ശ്രമമെങ്കിലും CPM തയ്യാറാകാഞ്ഞതോടെ നീക്കം പാളി. UDF ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായാണ് CPMന്റെ ആരോപണം. അവിശ്വാസം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലുമാണ് CPM. നിലവിലെ അംഗസംഖ്യയിൽ 1/3 പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ കഴിയൂ. 101 അംഗ കോർപ്പറേഷനിൽ 34 അംഗങ്ങളുടെ ഒപ്പാണ് അവിശ്വാസ പ്രമേയ നോട്ടീസിന് വേണ്ടത്. CPM സഹകരിക്കാഞ്ഞത് BJPയുമായുള്ള രഹസ്യധാരണ മൂലമാണെന്നും BJPയെ തുറന്നു കാണിക്കാൻ CPMന് താൽപ്പര്യമില്ലെന്ന് കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ്
ശബരിനാഥ് പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഗുണ്ടായിസം കാണിക്കാൻ മാത്രമാണ് CPM-ന് താല്പര്യമെന്നും ശബരിനാഥ് ആരോപിച്ചു. അപ്പോൾ UDF ഈ ഭരണഘടനാ സംവിധാനങ്ങളിൽ, ഭരണഘടനയിൽ, അതോടൊപ്പം മുനിസിപ്പാലിറ്റി ആക്ടൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അതിന് പകരം കോർപ്പറേഷന്റെ ഓഫീസിന്റെ വെളി സമരം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിയുള്ള ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യം നമുക്കില്ല. അത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓപ്പോസിഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചർച്ചകൾ സഭയുടെ കൗൺസിലിന്റെ നടുത്തളത്തിൽ ഉണ്ടാകണം. അതിനാണ് UDF ഒന്നുചേരാൻ ചോദിക്കുന്നത്. അതിന് ഒന്നുചേരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ ചർച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വോട്ട് ചെയ്തോളൂ, ഇറങ്ങിപ്പോയിക്കോളൂ. നമ്മളാരും അവരോട് ഒന്ന് മറിച്ചിട്ട് ഭരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ചർച്ച നടത്തൂ. ചർച്ച കഴിഞ്ഞ് വോട്ടിംഗ് വരുമ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതേസമയം അവിശ്വാസത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ഇപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല. തിരുവനന്തപുരം ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDF-ഉം എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PMAY പദ്ധതിയിൽ KM ഷാജിക്കെതിരെ വിമർശനം ശക്തമാകുന്നു. ഷാജിയെ പിന്തള്ളി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് രംഗത്ത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുന്നതിനെ അല്ല, മറിച്ച് എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു KM ഷാജിയുടെ പ്രതികരണം. PM ശ്രീക്ക് പിന്നാലെ PMAY പദ്ധതിയിലും വെട്ടിലായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന പരാമർശമാണ് വിവാദമായത്. എന്നാൽ ഇതിന് പിന്നാലെ വിശദീകരണവുമായി KM ഷാജി രംഗത്തെത്തി. നരേന്ദ്രമോദിയുടെ എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് പറഞ്ഞതെന്നും KM ഷാജി വിശദീകരിച്ചു. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണമെന്നാണ്. എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ KM ഷാജിയുടെ പ്രസ്താവന സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA-യും ആരോപിച്ചു. ലൈഫിന്റെ ഫണ്ട് തങ്ങളുടേതാണെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നുവെന്നും ആ പ്രചാരണം തെറ്റാണെന്ന് കേരളം തെളിയിച്ചുവെന്നും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഇതൊക്കെ കേന്ദ്രത്തിന്റെ സഹായത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു അൺഹെൽത്തി സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വരാൻ വേണ്ടി പാടില്ലാത്ത പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് പറയേണ്ടതുണ്ട്. അതേസമയം KM ഷാജിയെ തള്ളി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് രംഗത്തെത്തി. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയാൻ കോൺഗ്രസുകാർക്ക് കഴിയുമെന്നും KM ഷാജി അതിന് അഭിപ്രായം പറയേണ്ടെന്നും അഡ്വക്കേറ്റ് PM നിയാസ് പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയെക്കുറിച്ചും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ KM ഷാജി നടത്തിയ പരാമർശങ്ങൾ നേരത്തെ വിവാദത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് PMAY പദ്ധതിയിൽ നിന്നുമുള്ള നിലപാട് മാറ്റം. അമൃത ന്യൂസ്, കോഴിക്കോട്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ പ്രതികളുടെ വീടുകളിലെ പരിശോധന. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തും. പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അടുത്ത മാസം 11-ന് പ്രഖ്യാപിക്കും. അതേസമയം അന്വേഷണം ഉന്നതരിലേക്ക് എത്തിക്കാതിരിക്കാനാണ് നീക്കമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ വീടുകളിൽ വീണ്ടും പരിശോധന നടത്തി. നേരത്തെ നടന്ന റെയ്ഡിൽ 79 ലക്ഷത്തോളം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ 8 പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കും. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തും. പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയെ 11-ന് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര, ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവഗിരി, ട്രസ്റ്റി കൃഷ്ണമോഹൻ എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ചമ്പത് റായിയെ ഡൽഹിയിലേക്ക് മാറ്റിയേക്കും. VHP കേന്ദ്ര ഓഫീസിൽ ചുമതല നൽകാനാണ് ആലോചന. കൊള്ളയിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തുമ്പോഴും അന്വേഷണം ട്രസ്റ്റ് ഭാരവാഹികളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനാണ് നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഷാർജയിൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഷാർജ റോഡ്സ് ആൻഡ്
ട്രാൻസ്പോർട്ട് അതോറിറ്റി. ജൂൺ 30 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ 12-നും ഇൻഡസ്ട്രിയൽ ഏരിയ 13-നും ഇടയിലുള്ള ഭാഗത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുക. റോഡ് ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനുമായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. യാത്രക്കാർക്ക് മലിഹ റോഡ്, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എന്നിവ ബദൽ മാർഗങ്ങളായി ഉപയോഗിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും കുവൈറ്റിലെ ഉപഭോക്തൃ ചെലവ് ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയതായി സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ്. 2026 മെയ്യിൽ ഉപഭോക്തൃ ചെലവ് 4.76 ബില്യൺ കുവൈറ്റ് ദിനാറിലെത്തി. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഫെബ്രുവരിയിൽ 4.48 ബില്യൺ ദിനാറായിരുന്ന ചെലവ് മാർച്ചിൽ 4.6 ബില്യൺ ദിനാറായി ഉയർന്നു. എന്നാൽ പ്രാദേശിക അനിശ്ചിതത്വങ്ങളെ തുടർന്ന് ഏപ്രിലിൽ ഇത് 4.37 ബില്യൺ ദിനാറായി കുറഞ്ഞു. തുടർന്ന് മെയ്യിൽ 398.6 ദശലക്ഷം ദിനാറിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. പോയിന്റ് ഓഫ് സെയിൽ ഇടപാടുകൾ, ഓൺലൈൻ പേയ്മെൻറ്റുകൾ, ATM സേവനങ്ങൾ, വാദ് എന്ന പേയ്മെൻറ്റ് സംവിധാനം എന്നിവയിലെ വർദ്ധിച്ച ഇടപാടുകളാണ് ഇതിന് കാരണമായത്. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പ്രവാസികളോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും ഉടനെ പിൻവലിക്കണമെന്നും ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വത്തിനുള്ള തെളിവല്ലെന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട് ആശങ്കാജനകമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് സൗദി KMCC നാഷണൽ കമ്മിറ്റി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മുസ്ലിം ലീഗ് MPമാർക്കും അടിയന്തര നിവേദനം നൽകി. ഈ രണ്ട് നിർണായക വിഷയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് KMCC നേതാക്കൾ ആവശ്യപ്പെട്ടു. കുവൈറ്റ് സർവകലാശാലയുടെ ആഗോള റാങ്കിംഗ് 400 സ്ഥാനങ്ങൾ മെച്ചപ്പെട്ടുവെന്ന റിപ്പോർട്ട്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഇമ്പാക്ട് റാങ്കിംഗ് ഈ വർഷം സർവകലാശാല 401 മുതൽ 600 വരെയുള്ള വിഭാഗത്തിലേക്ക് മുന്നേറി. കഴിഞ്ഞ വർഷം 801 മുതൽ 1000 വരെയുള്ള വിഭാഗത്തിലായിരുന്നു സ്ഥാനം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ സർവകലാശാലകളുടെ സംഭാവന അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് തയ്യാറാക്കുന്നത്. വിദ്യാഭ്യാസം, ഗവേഷണം, സാമൂഹ്യ സേവനം, സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ എന്നിവയിലെ മുന്നേറ്റമാണ് നേട്ടത്തിന് കാരണമെന്ന് സർവകലാശാല അറിയിച്ചു. ഗുണനിലവാരമുള്ള പദ്ധതികളും ദേശീയ അന്താരാഷ്ട്ര സഹകരണങ്ങളുമാണ് റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ സഹായിച്ചത്. സൗദിയിലെ ദമാമിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരണപ്പെട്ടു. കണ്ണൂർ തലശ്ശേരി മണോലി വീട്ടിൽ സജീം, സുഹൃത്ത് കണ്ണൂർ ചെറുകുന്ന് കണ്ടിവളപ്പിൽ ശ്രീലേഷ് എന്നിവരാണ് മരണപ്പെട്ടത്. ദമാം ജുബൈൽ ഹൈവേയിൽ ഖദീഫ് സെൻട്രൽ ആശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രിയിലാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിൽ വന്ന സ്വദേശിയുടെ വാഹനം ഇവർ സഞ്ചരിച്ച കാറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ കാർ റോഡരികിലുള്ള താഴ്ചയിലേക്ക് വീണതോടെ കാർ പൂർണ്ണമായും തകർന്നു. സജീം കാറിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ശ്രീലേഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണത്തിന് കീഴടങ്ങി. കുവൈറ്റിലെ ജലീബിൽ തമിഴ്നാട് സ്വദേശി കുത്തേറ്റ് മരിച്ചു. തമിഴ്നാട് തിരുവാരൂർ ജില്ലയിലെ മന്നാർഗുഡി സ്വദേശി 40 വയസ്സുള്ള ശങ്കറാണ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഇയാളുടെ നാട്ടുകാരനായ പ്രതിയെ ജലീബ് കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കൊല്ലപ്പെട്ട ശങ്കറും പ്രതിയും സുഹൃത്തുക്കളും ഒരേ നാട്ടുകാരനുമായിരുന്നു. ജിദ്ദയിലെ കരുവാരക്കുണ്ട് സ്വദേശികളെയും കരുവാരക്കുണ്ട് പാലിയേറ്റീവ് ജിദ്ദ ചാപ്റ്റർ അംഗങ്ങളെയും ഉൾപ്പെടുത്തി ഷർഫിയ എലോറ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്നേഹസംഗമത്തിൽ ടി ഹാഫിദ് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാമൂഹിക പ്രവർത്തകർ ഹാരിസ് കലായി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നമ്മൾ പാലിച്ചു, ഇന്ന് നമ്മൾ സേവിച്ചു, നാളെ നമ്മൾ പ്രചോദിപ്പിച്ചു എന്ന പ്രമേയത്തിൽ KPJC ജനറൽ സെക്രട്ടറി ഗഫാർ മാട്ടുമ്മൽ ക്ലാസ് അവതരിപ്പിച്ചു. ഇസ്മായിൽ കലായി, ശിഹാബ് TP, മുഹമ്മദ് അലി നമ്പിയൻ എന്നിവർ പങ്കെടുത്തവരുമായി സംവദിച്ചു. ഉസ്മാൻ കുണ്ടുകാവിൽ, യൂസഫ് കുരിക്കൽ, ഷംസുദ്ദീൻ ഇലിക്കുത്ത് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ 30 വരെയാണ് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ കനത്ത മഴയെ തുടർന്ന് കളക്ടറേറ്റ് വളപ്പിൽ മരം കടപുഴകി വീണു. മോട്ടോർ വാഹന വകുപ്പിന്റെ കാറിന്റെ ചില്ല് തകർന്നു. കോഴിക്കോട് ആനക്കാമ്പ് മലവെള്ള
മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. തിങ്കളാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ തുടരും. മലപ്പുറം സ്വദേശി ഷിബിലിയെയാണ് ശനിയാഴ്ച മലവെള്ളപ്പാച്ചിലിലകപ്പെട്ട് കാണാതായത്. വെള്ളച്ചാട്ടം കാണാനെത്തിയ ടൂറിസ്റ്റുകൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഷിബിലി ഒഴുക്കിൽപ്പെട്ടത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. നദികൾ, അണക്കെട്ടുകൾ എന്നിവയ്ക്ക് സമീപം താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളതിനാൽ നദികൾ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുവാനോ കുളിക്കാനോ മീൻ പിടിക്കുവാനോ പാടില്ല. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ പരമാവധി ഒഴിവാക്കാനും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 267 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മലിനജലത്തിലൂടെയും വൃത്തിഹീനമായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പടരുന്നത്. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വിൽപ്പനശാലകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന മന്ത്രി കെ മുരളീധരൻ ഇപ്പോൾ ഭയപ്പെടാനില്ല. മഴ കനത്താൽ സ്ഥിതി വഷളാകും. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ മന്ത്രിമാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പെരുമ്പാവൂരിൽ 18 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ പേർ പിടിയിൽ. മുഖ്യപ്രതി അടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതി ഒറ്റപ്പാലം സ്വദേശി ഹരികൃഷ്ണൻ ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി വിവിധ ഭാഗങ്ങളിൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് സംഘത്തിലെ കൂടുതൽ പേർ പിടിയിലായത്. കേസിലെ മുഖ്യപ്രതി ഒറ്റപ്പാലം സ്വദേശി ഹരികൃഷ്ണൻ, പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി പ്രസ്ജിത്ത്, അബു താഹിർ, കൂട്ടുപ്രതികളായ ശ്രീജിത്ത്, സഞ്ജയ് എന്നിവരാണ് അറസ്റ്റിലായത്. അബു താഹിറിനെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ലഹരിമരുന്ന് വിതരണ ശൃംഖലയെ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. തായ്ലൻഡിലെ വിവിധ എയർപോർട്ടുകൾ വഴി കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിലെ ഉന്നതരാണിവരെന്ന് പോലീസ് പറയുന്നു. പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ, വിദേശയാത്രാ രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളായ അബു താഹിറും ഹരികൃഷ്ണനും തായ്ലൻഡിലേക്ക് വിസയും ടിക്കറ്റും പ്രതിഫലവും നൽകി ഏജന്റുകളെ അയക്കും. അവർ തിരികെ എത്തുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായി വരും. ഇത് എയർപോർട്ടിന് പുറത്തു വെച്ച് സംഘം വാങ്ങും, തുടർന്ന് വിൽപ്പന നടത്തും. ഇതായിരുന്നു സംഘത്തിന്റെ പ്രവർത്തന രീതി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ഞാറക്കൽ സ്വദേശി ആയുഷ്, ഭാര്യ അനിക എന്നിവരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. മാറമ്പള്ളി കുന്നുവഴി ഭാഗത്ത് ബുധനാഴ്ച വൈകിട്ട് നടത്തിയ പരിശോധനയിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 1.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ആയുഷിനെ ആദ്യം പിടികൂടുകയായിരുന്നു. തുടർന്ന് കുന്നുവഴിയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ 16 കിലോ ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി. ഫ്ളാറ്റിൽ നിന്നാണ് അനികയെ അറസ്റ്റ് ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടി. അതേസമയം വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൗസ് ജീവനക്കാർ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഡൽഹി കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. പിണറായിയെ വിമാനത്താവളത്തിലെത്തിച്ച കേരള ഹൗസിലെ ഡ്രൈവറിൽ നിന്നും മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഇതിനോടകം വിശദീകരണം തേടിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സമയത്തെത്തിയിട്ടും പിണറായി വിജയന്റെ യാത്ര മണിക്കൂറുകൾ വൈകിയിരുന്നു. 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലാണ് പിണറായിക്ക് പോകേണ്ടിയിരുന്നത്. ഈ വിമാനം നഷ്ടമായതോടെ വൈകിട്ട് 7:15 വിമാനത്തിൽ കണ്ണൂരിലേക്കാണ് പിണറായി വിജയൻ പോയത്. സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം വിഷയത്തിൽ വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൗസ് ജീവനക്കാരുടേത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര വിമാന കമ്പനിയെ അറിയിച്ചെന്നും ബോർഡിംഗ് ആരംഭിച്ച വിവരം വിമാന കമ്പനി അറിയിച്ചില്ലെന്നുമാണ് കേരള ഹൗസ് ജീവനക്കാരുടെ വാദം. ജീവനക്കാർ നൽകുന്ന വിശദീകരണവും റെസിഡന്റ് കമ്മീഷണർ പരിശോധിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ഫിഫ ലോകകപ്പിൽ ഇനി നോക്കൌട്ട് മത്സരങ്ങളാണ്. ആദ്യ മത്സരത്തിൽ അല്പസമയത്തിനകം സൗത്ത് ആഫ്രിക്ക കാനഡ പോരാട്ടം നടക്കും. ഇന്ന് പുലർച്ചെ നടന്ന അവസാനവട്ട ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഗ്രൂപ്പ് ജെയിൽ എല്ലാ കളികളിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ അർജന്റീന ജോർദാനെ 1-3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി തിളങ്ങി. അൾജീരിയ ഓസ്ട്രിയ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. ഉസ്ബെക്കിസ്ഥാനെതിരെ കോങ്കോയ്ക്ക് ജയം. ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് പാനമയെ തകർത്തു. ഘാനയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ക്രൊയേഷ്യ നോക്കൌട്ടിൽ എത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.